എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. സംസ്ഥാനത്ത് അരിവിലയിൽ പൊറുതിമുട്ടുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അരി കൂടി വരുന്നു. ഭാരത് അരിക്ക് പുറമെ അതിലേറെ വിലക്കുറവിൽ കെ അരി കൂടി ലഭിക്കും. അതോടൊപ്പം തന്നെ ഭാരത് അരി തൃശ്ശൂരിന് പുറമെ മറ്റ് ജില്ലകളിലും വിതരണം ആരംഭിച്ചു. ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദൽ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങി. കേരള സർക്കാരിൻ്റെ ബ്രാൻഡിൽ കെ അരി കൊടുക്കാനാണ് ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങിയിട്ടുള്ളത്. സിവിൽ സപ്ലൈസ് ഡയറക്ടർ, സപ്ലൈകോ MD, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യമന്ത്രി GR അനിൽ നിർദ്ദേശം നൽകി. ആവശ്യത്തിന് അരിവിഹിതം ഇല്ലാത്ത വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് ഈ ബദൽ അരി കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ്. എന്നാൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ജയ, കുറുവ, മട്ട എന്നീ അരികൾ ബദലായി നൽകാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് തേടുന്നത്. മട്ടരിയും കുറുവയരിയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും. റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതിനാൽ സപ്ലൈകോ വഴിയാകും സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ അരി വിൽപ്പന നടത്തുക. സംസ്ഥാന സർക്കാർ വെള്ള, നീല റേഷൻ കാർഡുള്ളവർക്ക് കുറഞ്ഞ അളവിലാണ് എങ്കിലും 10 രൂപ 90 പൈസ നിരക്കിൽ അരി കൊടുക്കുന്നുണ്ട്. സപ്ലൈകോ വഴി 23, 24, 25 രൂപ നിരക്കിൽ ഇതുവരെ അരി നൽകിയിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങളായി ഈ അരി നിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ട്. മട്ടരിക്ക് 30 രൂപയും ജയ അരിക്ക് 29 രൂപയും പച്ചരിക്ക് 26 രൂപയും കുറുവ അരിക്ക് 30 രൂപയും ആയിട്ടുണ്ട്. FCIയിൽ നിന്നുള്ള മികച്ച അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതി വഴി വാങ്ങിയിട്ടാണ് കേരളം ഇതിനുള്ള അരി കണ്ടെത്തുന്നത്. എന്നാൽ അടുത്തിടെ കേന്ദ്രം ഈ പരിപാടി അവസാനിപ്പിച്ചു. ഇതോടെ 10 രൂപ 90 പൈസക്കും 25 രൂപക്കും വിതരണം ചെയ്യുന്ന അരി ഭാരത് അരി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ വിതരണം തുടങ്ങിയതോടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജയ, കുറുവ, മട്ട അരികൾ സംസ്ഥാന സർക്കാർ കെ അരി എന്ന പേരിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് നോക്കുന്നത്. സംസ്ഥാനത്ത് ഭാരത് അരി തൃശ്ശൂരിന് പുറമെ മറ്റ് ജില്ലകളിലും വിതരണം ആരംഭിച്ചു. ഇന്നലെ പാലക്കാടാണ് വിതരണം ആരംഭിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്ത് വിതരണം തുടങ്ങിയ അരി മറ്റ് സ്ഥലങ്ങളിലേക്കും ഇന്ന് വിതരണം പുരോഗമിക്കും. കേരളത്തിലെ 14 ജില്ലകളിലും വലിയ ലോറികളിലാകും അരി കൊണ്ടുവന്ന് വിൽക്കുക. ഓരോ ചെറിയ കവലകളിലും കൊണ്ടുവന്ന് 5 കിലോയുടെയും 10 കിലോയുടെയും അരി പാക്കുകൾ വിൽക്കും. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ എയും പ്ലാൻ ബിയുമെല്ലാം. കടകളിലൂടെ വിൽപ്പനക്കാണ് അടുത്ത ഘട്ടം. ഇതിനായി ഗാലഡിയിലെ മില്ലിൽ 10,000 ടൺ അരി വിതരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പച്ചരി ആയിരിക്കും മിക്ക ആളുകൾക്കും ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിൻ്റെ ആവശ്യം ഇല്ല. ഒരു മൊബൈൽ നമ്പർ മാത്രം നൽകിയാൽ 10 കിലോ അരി കിട്ടും. ഒരു നമ്പറിന് 10 കിലോ വീതം അരിയാണ് ലഭിക്കുക. ഇതേ വാഹനങ്ങളിൽ തന്നെ ഭാരത് അരിക്കൊപ്പം കടലപ്പരിപ്പും വിതരണം ചെയ്യുന്നുണ്ട്. 1 കിലോക്ക് 60 രൂപ എന്ന നിലയ്ക്കിലാണ് കടലപ്പരിപ്പ് വിതരണം ചെയ്യുന്നത്. FCI ഗോഡൗണുകളിൽ നിന്നും അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് ജനങ്ങൾക്ക് നൽകുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് 1000-ഓളം ആളുകളാണ് ഭാരത് അരി വാങ്ങിയത്. ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഭാരത് അരി വിതരണം നടത്തിയത്. പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് അരിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ദൂരേക്ക് ബൈ.